നാളത്തെ ദേശീയ പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് KSRTC. ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും KSRTC CMDയുടെ ഉത്തരവിലുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് വിവരങ്ങളുമായി. ഉമേഷ്, ഇങ്ങനെ ഡയസ്നോൺ പ്രഖ്യാപിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്ന് രാവിലെ കണ്ടതാണ്, മന്ത്രി തന്നെ പറയുകയാണ്, വകുപ്പ് മന്ത്രി തന്നെ പറയുകയുണ്ടായി KSRTCയിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ഈ പണിമുടക്കിൽ പങ്കെടുക്കില്ല. പക്ഷേ അത് തിരുത്തി LDF കൺവീനർ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഡയസ്നോൺ എന്നത് അവരെ വലയ്ക്കില്ലേ? തീർച്ചയായും ഡയസ്നോൺ എന്നത് തൊഴിലാളികൾ ഡ്യൂട്ടിക്ക് എത്താതിരിക്കാനുള്ള കാരണം അത് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നിർബന്ധപൂർവ്വം ഡ്യൂട്ടിക്ക് എത്താനുള്ള ഒരു മാർഗം തന്നെയാണ്. കാരണം മറ്റ് ഒരു വിധത്തിലുള്ള അവധിയും അനുവദിക്കില്ല ഡയസ്നോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് KSRTCയിലെ ജീവനക്കാർ മുഴുവൻ മറ്റ് അവധികൾ നാളെ എടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ അവധി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ശമ്പളം നാളെ കട്ടാകും. സിവിൽ സർജൻ്റെ കുറയാത്ത റാങ്കിലുള്ള ഒരാളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മെഡിക്കൽ ലീവ് പോലും അനുവദിക്കുകയുള്ളൂ. ഈ രീതിയിലാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുകൂടാതെ KSRTC കീഴിലുള്ള യാത്രാ ഫ്യൂവൽ അത് 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSRTCയിലെ എല്ലാ ഓഫീസർമാരും ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പാടില്ല. അവരും 24 മണിക്കൂറും ഓഫീസിലുണ്ടാകണം. ഒപ്പം രാവിലെ 11 മണിക്കും 3 മണിക്കും അറ്റൻഡൻസ് എത്രയാണെന്ന് കൃത്യമായി ഡ്യൂട്ടി ഓഫീസർ അത് ചീഫ് ഓഫീസിനെ അറിയിക്കണം. ഒപ്പം 11 മണിക്ക് തന്നെ എത്ര ജീവനക്കാർ ഹാജരായി, അതിൽ എത്ര ജീവനക്കാരാണ് സാധാരണ അതേ ദിവസം ഹാജരാകേണ്ടത്, എത്ര പേർ ഈ മെഡിക്കൽ ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ രാവിലെ 11 മണിക്ക് നാളെ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും CMD നൽകിയ ഉത്തരവിൽ പറയുന്നു. സെക്രട്ടേറിയറ്റ് പോലും ഇത്തരത്തിലൊരു ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലാണ് സർക്കാർ തന്നെ ഭരിക്കുന്ന മറ്റൊരു കോർപ്പറേഷൻ കൂടിയായ KSRTCയുടെ മാനേജ്മെന്റ് ഇപ്പോൾ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ ഗതാഗത മന്ത്രിയുടെ പ്രതികരണവും വിവാദമായിരുന്നു. ഗതാഗത മന്ത്രി KSRTC ജീവനക്കാരും ഈ സമരത്തിന് നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ CITUവും AITUCയും അടക്കമുള്ളവർ നേരത്തെ തന്നെ 15 ദിവസം മുൻപ് തന്നെ നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നാളെ ഹാജരാകാത്തവർക്കെതിരെ എന്ത് നടപടി KSRTC സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.